ശ്രീലക്ഷ്മി, മഴയും മഴക്കെടുതിയൊക്കെ തന്നെയാണ്. അതേ സേതു, കാരണം ദുരിതമാണ് ജനങ്ങൾക്ക്. അക്കാര്യം തന്നെയാണ് പത്രങ്ങളിലും. കാരണം മലയാള മനോരമ എടുക്കുകയാണെങ്കിൽ മാറാക്കെടുതി എന്നാണ് തലക്കെട്ട്. പേമാരി 6 മരണം കൂടി ആകെ മരണം 15 തുടങ്ങിയ കാര്യങ്ങൾ. ഇന്നും ശക്തമായ മഴ എന്ന് പ്രവചനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 11 ജില്ലകൾക്ക് അവധി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 11 12 വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഒന്നാം പേജിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2399.62 അടിയിലെത്തി എന്ന കാര്യമാണ് പറയുന്നത്. അതായത് 2 ദിവസം കൊണ്ട് 8 അടിയിലധികം, ഏതാണ്ട് 9 അടി വെള്ളമാണ് ഉയർന്നതെന്ന കാര്യം പറയുന്നു. ഒപ്പം 86.136 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം ഒഴുകിയെത്തി എന്ന കാര്യം കൂടി ആ വാർത്തയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉൾപേജുകളിലേക്ക് പോകുമ്പോഴും മനോരമയിൽ അത് സംബന്ധിച്ച വാർത്തകൾ തീർച്ചയായും നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ യാത്ര അടക്കം വിവാദത്തിൽ, ഈ പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദത്തിൽ എന്ന വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചെന്നാണ് വിമർശനം. ഔദ്യോഗിക യാത്രയെന്ന് മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ എന്ന കാര്യം പറയുന്നു. ഒപ്പം മുഖ്യമന്ത്രി പട്ടിണി കിടക്കണമോ എന്ന വിരുന്നിനോട് KP നൗഷാദ് അലി MLA ചോദിച്ച കാര്യം കൂടിയൊക്കെ തന്നെ ബോക്സ് വാർത്തയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത, 1ാം റാങ്കുകാർ ചോദിക്കുന്നു എവിടെ സാർ ആ ജോലി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഭരണം മാറിയിട്ടും നിയമനം കാത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ പട്ടികയിലെ 1ാം റാങ്കുകാർ എന്ന കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് അവർ പരാതി നൽകിയിട്ടുണ്ട്. വകുപ്പ് മന്ത്രിക്ക് അടക്കം നിവേദനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അവരുടെ 5 പേരുടെയും ചിത്രം സഹിതമാണ് ആ വാർത്ത ഏതായാലും നൽകിയിട്ടുള്ളത് മലയാള മനോരമ. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെയും മഴക്കെടുതി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ചിത്രം സഹിതം, കണ്ണീരുണങ്ങാതെ എന്ന ചിത്രം സഹിതം റാന്നിയിൽ വെള്ളമിറങ്ങിയ ശേഷം വീട് കട വൃത്തിയാക്കുന്ന അമ്മയുടെയും മകളുടെയും ഒക്കെ തന്നെ ചിത്രം സഹിതമാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കലി കുറച്ച് മഴ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. 2 പേർ കൂടി മരിച്ചു എന്ന കാര്യം പറയുന്നു. ഒപ്പം 2 ദിവസം പെയ്തത് 245% അധിക മഴ എന്നാണ് പറയുന്നത്. കേരളത്തിൽ മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും കാരണമായത് 2 ദിവസം കൊണ്ട് പെയ്ത അസാധാരണ മഴ. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ആ ദിവസങ്ങളിൽ കിട്ടേണ്ട ശരാശരിയേക്കാൾ 245% അധികമാണ് പെയ്തത് എന്ന കാര്യം കൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഏതായാലും മാതൃഭൂമി. ഒപ്പം തന്നെ 1ാം പേജിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വിജിലൻസ് റെയ്ഡ് പൊളിക്കാൻ MVDയുടെ ക്യാമറ ട്രിക്ക് എന്ന കാര്യമാണ് പറയുന്നത്. വിജിലൻസ് നീക്കങ്ങൾ AI ക്യാമറയിലൂടെ നിരീക്ഷിച്ച് റെയ്ഡിന് തടയിട്ട് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്താൻ സ്ഥാപിച്ച ക്യാമറകൾ ഉപയോഗിച്ച് MVD ഉദ്യോഗസ്ഥർ വിജിലൻസ് റെയ്ഡിന് നീക്കങ്ങൾ ചോർത്തിയതായാണ് സംശയം എന്ന വാർത്ത കൂടി 1ാം പേജിൽ ഏതായാലും നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ഒപ്പം തന്നെ ഭിന്ന നിലപാട് ഇപ്പോഴും CPM-ഉം CPI-യും ഒക്കെ തന്നെ തുടരുന്നു എന്നത് സംബന്ധിച്ചൊരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. PSC പരീക്ഷാ തട്ടിപ്പിൽ CPIക്ക് ഭിന്ന നിലപാട്. വിശ്വാസ്യത തകർക്കുന്നതല്ല, വീണ്ടെടുക്കുന്നതിനുള്ള അന്വേഷണമാണെന്ന് ലേഖനം എന്ന കാര്യമാണ് 1ാം പേജിൽ പറയുന്നത്. പാർട്ടി മുഖമാസികയായ നവയുഗത്തിലാണ് PK ഗോപിയുടെ ലേഖനത്തിലാണ് CPIയുടെ ഭിന്നസ്വരം മുതിർന്ന നേതാക്കളോട് കൂടിയാലോചിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായിരിക്കുന്നു. അതിന് മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട് ഷൈനിങ് സൈനിങ് ഓഫ് എന്നാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനവുമായി ഇന്ത്യ. ഗെയിംസ് സമാപിച്ചു എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. ദേശാഭിമാനിയിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ ദേശാഭിമാനിയിൽ ഇതെന്ത് സർക്കാർ എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ദുരിതാശ്വാസം പാളി, ഓറഞ്ച് ബുക്ക് അവഗണിച്ചു, ഒരുക്കം നടത്തിയില്ല, മുന്നറിയിപ്പും വിഴുങ്ങി തുടങ്ങിയ കാര്യമൊക്കെ തന്നെ പറയുന്നു. ജൂലൈ 31 പകൽ 3-ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഗൗനിക്കുന്നില്ല തുടങ്ങി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ നിരത്തിക്കൊണ്ടാണ് ദേശാഭിമാനിയുടെ 1ാം പേജ്. ഒപ്പം തന്നെ നീറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്ത കൂടി 1ാം പേജിൽ നൽകിയിട്ടുണ്ട്. നീറ്റ് കേസ് പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റി. രാജ്യത്താകെ പിടിച്ചുകുലുക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് പരിഗണിക്കുന്ന അതിവേഗ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റി. ജൂലൈ 25-ന് CBI പ്രത്യേക കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട അനു ഗ്രോവറിനെയാണ് NIA പ്രത്യേക കോടതി ജഡ്ജിയായി മാറ്റിയത് എന്ന കാര്യം കൂടി 1ാം പേജിലേതായാലും പറഞ്ഞു വെക്കുന്നു ദേശാഭിമാനി. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ കരകയറുന്നു കേരളം എന്നാണ് തലക്കെട്ട്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഊർജിത രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. മന്ത്രിമാർ ക്യാമ്പ് സന്ദർശിക്കുന്ന ചിത്രം സഹിതമാണ് ഏതായാലും 1ാം പേജിൽ വീക്ഷണം വാർത്ത നൽകിയിട്ടുള്ളത്. ചന്ദ്രിക നോക്കുമ്പോഴും സമാനമായ തലക്കെട്ട് തന്നെയാണ്. മഴയ്ക്ക് നേരിയ കുറവ്, മരണം 11, രക്ഷാപ്രവർത്തനത്തിന്റെ യുദ്ധവേഗം എന്ന കാര്യം പറയുന്നു. 273 ക്യാമ്പുകളിലായി 7674 പേർ
ക്യാമ്പുകളിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നു. ഇന്നും യെല്ലോ അലേർട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ചന്ദ്രിക ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെയും മഴക്കെടുതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നു. ഇന്ന് യെല്ലോ അലേർട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നൽകുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പേജിൽ ജന്മഭൂമി നൽകിയിട്ടുള്ളത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമാണ്. നശാമുക്തി യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ തുടക്കം. ലഹരി ഉപയോഗത്തിനെതിരായ 100 ആഴ്ചത്തെ രാജ്യവ്യാപക ജനപങ്കാളിത്ത പരിപാടിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ ജന്മഭൂമി ഏതായാലും നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം മഴക്കെടുതി തന്നെയാണ്. തോരാ ദുരിതം എന്നാണ് തലക്കെട്ട്. മഴയിൽ കനത്ത നഷ്ടം, 5 മരണം കൂടി. 2 ദിവസത്തിനിടെ 15 മരണം, 6 പേരെ കാണാനില്ല. 7674 പേർ ക്യാമ്പുകളിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. 323 വീടുകൾ തകർന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്നാം പേജിൽ മാധ്യമം ഏതായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്തയെ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് വീണ ജോർജിനെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് സർക്കാർ എന്നുള്ളതാണ്. ശരിയായ അന്വേഷണം നടന്നില്ലെന്ന ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം എന്ന കാര്യം കൂടി ആ വാർത്തയിൽ ഏതായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ അവിടെ എയിംസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയം കൂടിയാണ്. അതിന് സ്ഥലം റെഡി എയിംസിന് എന്ന തലക്കെട്ട് കൂടിയാണ് ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുള്ളത്. കോട്ടയം വെള്ളൂരിൽ ആവശ്യത്തിന് സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളും എന്നാണ് നൽകിയിട്ടുള്ളത്. കേന്ദ്ര പരിഗണന തിരുവനന്തപുരത്തിനാണെന്ന ബോക്സ് വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ കോട്ടയത്തെ വെള്ളൂർ എന്ന് വിലയിരുത്തൽ. ഇവിടുത്തെ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന് 692 ഏക്കർ ഭൂമിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ വാർത്തയിൽ പറയുന്നുണ്ട്. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേന്ദ്രം വിറ്റപ്പോഴാണ് സംസ്ഥാനം ലേലത്തിൽ വെച്ചത്. ഒപ്പം തന്നെ കേന്ദ്ര പരിഗണന തിരുവനന്തപുരത്തിനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ വാർത്തയിൽ പറയുകയും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കൂടി അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ സുപ്രഭാതം ഒന്നാം പേജിൽ നൽകിയിട്ടുള്ള വാർത്ത അഭിജിത്ത് ദീപ്കെ വേട്ടയാടാൻ കേന്ദ്രം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഭിജിത്തിന്റെ പിതാവിന്റെ സാമ്പത്തിക സ്രോതസ്സിലടക്കം അന്വേഷണം നടക്കുകയാണെന്ന് കൂടി ആ വാർത്തയിൽ പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണ് അഭിജിത്തിനെ പിന്തുടരുന്നു എന്ന വാർത്ത ഏതായാലും സുപ്രഭാതം ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. ഇനി എഡിറ്റോറിയലാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് മഴയുടെ പശ്ചാത്തലത്തിൽ പത്രങ്ങളിലൊക്കെ തന്നെ ഭൂരിഭാഗം പത്രങ്ങളിലും അത് തന്നെയാണ് എഡിറ്റോറിയൽ. ഏതായാലും ദീപിക എഴുതിയിട്ടുള്ളത് ഓറഞ്ച് എന്ന് പറഞ്ഞ് മരണവിതരണം എന്ന തലക്കെട്ടോടു കൂടിയാണ് എഡിറ്റോറിയൽ. അതായത് ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ പലവർണ്ണ മുന്നറിയിപ്പുകൾ സർക്കാർ എന്ന പ്രതിയുടെ മുൻകൂർ ജാമ്യമല്ലാതെ മറ്റൊന്നുമല്ലാതായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മലകളിൽ മരണം പെയ്യുകയാണ്, ദീർഘകാല പദ്ധതികൾ എവിടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. കൂടാതെ എഡിറ്റോറിയലിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മലബാർ ഉൾപ്പെടെ 12 ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് വ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയുടെ അനുഭവം പാഠമാക്കണം. പെരുമഴയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വൻ നാശമുണ്ടാക്കിയ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും ഓറഞ്ച് അലർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. മഴയെ പ്രളയമായ ശേഷം മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകാൻ ഇടയാക്കിയ ആരോപണം ഉൾപ്പെടെ അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി ആ എഡിറ്റോറിയലിൽ ഏതായാലും ദീപിക പറഞ്ഞു വെക്കുകയാണ്. കുറച്ചുകൂടി ജാഗ്രത അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് എഡിറ്റോറിയൽ ദീപിക ഏതായാലും പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് അവസാനിക്കുകയാണ്. വീണ്ടും സേതുവിലേക്ക്.